ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് മലയാളം സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരു മലയാളം സെൻറ്റൻസ് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ അത് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് നമുക്ക് ഗ്രാമറായി യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരു വാക്കാണ് നീ പോകുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്നത്. ഈ നീ പോകുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്ന വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ നീ പോകുമ്പോൾ യു ലീവിങ് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ വെൻ യു ലീവ് ലൈറ്റ് അണയ്ക്കുക, ഓഫ് ദ ലൈറ്റ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ചേർത്ത് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ എന്താ സെൻറ്റൻസ് വന്നത് അത് ശരിയാണെന്ന് നോക്കാം. നീ പോകുമ്പോൾ ലൈറ്റ് അണയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താണ് വരുന്നത്, ദയവ് ചെയ്ത് എന്ന വാക്ക് പ്ലീസ് നമ്മളിത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ദയവ് ചെയ്ത് എന്ന വാക്കും കൂടി ഉപയോഗിക്കണം, പ്ലീസ് എന്ന വാക്കും കൂടി ഉപയോഗിക്കണം. അപ്പോൾ നീ പോകുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്ന വാക്ക് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് വെൻ യു ലീവ്. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് വെൻ യു ലീവ്. അതുപോലെ നമ്മൾ പ്ലീസ് എന്ന വാക്ക്, ദയവ് ചെയ്ത വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം നമ്മളോട് പറയുമ്പോഴോ അല്ലെങ്കിൽ പ്ലീസ് എന്ന വാക്ക്, ദയവ് ചെയ്ത് എന്ന വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ മലയാളത്തിൽ ഇല്ലെങ്കിലും കൂടെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ പ്ലീസ് എന്ന വാക്ക് നമ്മൾ എന്തായാലും അത് ഉപയോഗിച്ചിരിക്കണം. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ലൈറ്റ് അണയ്ക്കുക. സ്വിച്ച് ഓഫ് ദ ലൈറ്റ് വെൻ യു ലീവ്, നീ പോകുമ്പോൾ എന്ന വാക്ക് ആദ്യം പറയും മലയാളത്തിൽ വരുമ്പോൾ, അത് അവസാനത്തിൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ ലാസ്റ്റ് ആവും. നീ പോകുമ്പോൾ എന്നുള്ളത് വെൻ യു ലീവ്. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് വെൻ യു ലീവ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം സെൻറ്റൻസുകൾ മലയാളത്തിൽ ആദ്യം വരുന്നത് ഇംഗ്ലീഷിൽ വരുമ്പോൾ അവസാനമായി വരുന്നത്, അപ്പോൾ അവസാനമായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്തൊരു വാക്ക് നോക്കാം. ഇവിടെ വാതിൽ ശരിയായി പൂട്ടാൻ മറക്കരുത് എന്ന ഒരു വാക്കാണ്. ഈ വാതിൽ ശരിയായി പൂട്ടാൻ മറക്കരുത് എന്ന വാക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പൂട്ടാൻ മറക്കരുത് അതാണ് ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പൂട്ടാൻ മറക്കരുത് എന്നാണ്, അത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ അതാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. ഡോൺ ഫോർഗെറ്റ്, പൂട്ടാൻ മറക്കരുത്. ഡോൺ ഫോർഗെറ്റ് ഇത് മറക്കരുത് എന്നത് ഡോൺ ഫോർഗെറ്റ് ആണ്. അപ്പോൾ ഡോൺ ഫോർഗെറ്റ് ആദ്യം എഴുതണം. പിന്നെ പൂട്ടാൻ, ഡോൺ ഫോർഗെറ്റ് ടു ലോക്ക്. പിന്നെ എന്താ എൻ്റെ വാതിൽ എന്ന വാക്ക് യൂസ് ചെയ്യണം. ഡോൺ ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ശരിയായി എന്ന വാക്കാണ് ലാസ്റ്റ് വരുന്നത്. ഡോൺ ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ പ്രോപ്പർലി. ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ പ്രോപ്പർലി എന്നാണ് വരുന്നത്. നമുക്ക് നോക്കാം. അതായത് ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ പ്രോപ്പർലി. വാതിൽ ശരിയായി പൂട്ടാൻ മറക്കരുത് എന്ന വാക്ക് ആദ്യം വരണം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ. ഡോണ്ട് ഫോർഗെറ്റ്, അപ്പോൾ ടു ലോക്ക് പൂട്ടാൻ, അപ്പോൾ ടു ലോക്ക്. പിന്നെ ദ ഡോർ, വാതിൽ എന്താണ് പൂട്ടാൻ മറക്കരുത്, ദ ഡോറാണ്. ദ ഡോർ എന്നിട്ട് പ്രോപ്പർലി, ശരിയായിട്ട് പൂട്ടാൻ. അപ്പോൾ ശരിയായി എന്ന വാക്ക് പ്രോപ്പർലി, അങ്ങനെയാണ് ഒരു വാക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു വാക്ക് നോക്കാം. ഇവിടെ അടുക്കള വൃത്തിയാക്കാൻ നീ എന്നെ സഹായിക്കുമോ എന്ന വാക്കാണ്. അടുക്കള വൃത്തിയാക്കാൻ നീ എന്നെ സഹായിക്കുമോ. ഇത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? കുഡ് യു, നീ എന്നെ സഹായിക്കുമോ. കുഡ് യു, കഴിയുമോ, സഹായിക്കുമോ എന്ന കുഡ് യു സഹായിക്കുമോ. കുഡ് യു നിനക്ക് പറ്റുമോ എന്ന വാക്ക് കുഡ് യു. പിന്നെ സഹായിക്കുക എന്നാൽ കുഡ് യു എന്ന വാക്ക് നിനക്ക് പറ്റുമോ എന്ന സഹായിക്കുമോ. കുഡ് യു ഹെൽപ്പ് മീ, നീ എന്നെ എന്നാൽ ഹെൽപ്പ് മീ. കുഡ് യു ഹെൽപ്പ് മീ, നീ എന്നെ. അപ്പോൾ കുഡ് യു ഹെൽപ്പ് മീ ക്ലീൻ ദ കിച്ചൺ, അടുക്കള വൃത്തിയാക്കാൻ. കുഡ് യു ഹെൽപ്പ് മീ ക്ലീൻ ദ കിച്ചൺ എന്ന വാക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഡ് യു എന്ന വാക്ക് യൂസ് ചെയ്യാം. കുഡ് യു ഹെൽപ്പ് മീ, നീ എന്നെ ഹെൽപ്പ് മീ. കുഡ് യു ഹെൽപ്പ് മീ, സഹായിക്കുമെന്ന വാക്ക് ഹെൽപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുഡ് യു ഹെൽപ്പ് മീ ക്ലീൻ ദ കിച്ചൺ. നീ എന്നെ സഹായിക്കുമോ. കുഡ് യു ഹെൽപ്പ് മീ ക്ലീൻ ദ കിച്ചൺ, അടുക്കള വൃത്തിയാക്കാൻ നീ എന്നെ സഹായിക്കുമോ. കുഡ് യു ഹെൽപ്പ് മീ ക്ലീൻ ദ കിച്ചൺ. ഇനി നമുക്കൊരു അടുത്തൊരു വാക്ക് നോക്കാം. നിൻ്റെ സാധനങ്ങൾ ശരിയായി എടുത്ത് വയ്ക്കുക എന്ന വാക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? അപ്പോൾ ഇവിടെയും നമ്മൾ ഒരാൾ കാര്യം നമ്മൾ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ പ്ലീസ് എന്ന വാക്ക് യൂസ് ചെയ്യണം. പ്ലീസ് എന്ന വാക്ക് ആദ്യം യൂസ് ചെയ്തിട്ട് വേണം പറയേണ്ടത്. പ്ലീസ്. പിന്നെ എന്താ പറയേണ്ടത്? പ്ലീസ് നിൻ്റെ സാധനങ്ങൾ. പ്ലീസ് കീപ്പ് യുവർ തിങ്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. നമുക്ക് നോക്കാം, ശരിയാണെന്ന് നോക്കാം. പ്ലീസ് കീപ്പ് യുവർ തിങ്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. നിൻ്റെ സാധനങ്ങൾ ശരിയായി എടുത്ത് വയ്ക്കുക. പ്ലീസ് കീപ്പ് യുവർ തിങ്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നമ്മൾ കുറേയായി കണ്ടിട്ട് എന്ന വാക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റുക? നമ്മൾ കുറേയായി കണ്ടിട്ട്. അപ്പോൾ ഇതിനെ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ കുറേ ആയി കണ്ടിട്ട് എന്നത് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. കുറേ ആയി കണ്ടിട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. അപ്പോൾ നമ്മൾ കുറേ കണ്ടിട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്.
അപ്പോൾ നമ്മൾ കുറേ ആയി കണ്ടിട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ് എന്ന വാക്കാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം, ശരിയാണോ നോക്കാം. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. അപ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. നമ്മൾ കുറേ ആയി കണ്ടിട്ട്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. നമ്മൾ എന്നത് വി എന്നാണ്, ലാസ്റ്റ് മെറ്റ് കണ്ടിട്ട്, ലാസ്റ്റ് കുറേ ആയി കണ്ടിട്ട്, ലാസ്റ്റ് മെറ്റ് എന്നത് കണ്ടിട്ട്, മെറ്റ് എന്നത് കണ്ടിട്ട്. അപ്പോൾ ലാസ്റ്റ് മെറ്റ് നമ്മൾ കുറേ ആയി കണ്ടിട്ട്. അപ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം, കുറേ ആയി എന്നത് ലോങ് ടൈം. സിൻസ് വി ലാസ്റ്റ് മെറ്റ്, സിൻസ് എന്ന വാക്ക് യൂസ് ചെയ്യണം. സിൻസ് വി ലാസ്റ്റ് മെറ്റ്, അതാണ് കുറേ ആയി കണ്ടിട്ട് എന്ന്, നമ്മൾ കുറേ ആയി കണ്ടിട്ട് പറയുമ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യണം. ഇനി നമുക്കൊരു അടുത്തൊരു വാക്ക് നോക്കാം. നിനക്ക് ഒഴിവുള്ളപ്പോൾ എന്നെ അറിയിക്കണേ. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റുമ്പോൾ പറയേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിനക്ക് ഒഴിവുള്ളപ്പോൾ എന്നെ അറിയിക്കണേ. അപ്പോൾ ലെറ്റ് മീ നോ, എന്നെ അറിയിക്കണേ എന്ന വാക്കാണ് ആദ്യം പറയേണ്ടത്. ലെറ്റ് മീ നോ. പിന്നെ നിനക്ക് ഒഴിവുള്ളപ്പോൾ, വെൻ യു ആർ ഫ്രീ. ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. നമുക്ക് ശരിയാണോ നോക്കാം. ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ എന്നാണോ നിങ്ങളുടെ മനസ്സിൽ വന്നത്? തന്നെയാണോ? ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. ആദ്യം പറയേണ്ടത് എന്നെ അറിയിക്കണേ, ലെറ്റ് മീ നോ എന്ന വാക്ക്. പിന്നെ നിനക്ക് ഒഴിവുള്ളപ്പോൾ, ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. അതെ, ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. നിനക്ക് ഒഴിവുള്ളപ്പോൾ എന്നെ അറിയിക്കണേ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ലെറ്റ് മീ നോ, എന്നെ അറിയിക്കണേ. ലെറ്റ് മീ നോ, എന്നെ അറിയിക്കണേ. വെൻ യു ആർ ഫ്രീ, നിനക്ക് ഒഴിവുള്ളപ്പോൾ, ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. ഇനി നമുക്കൊരു അടുത്തൊരു വാക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വാക്ക് എത്ര സമയമെടുക്കും എത്താൻ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഇത് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക, എത്ര സമയമെടുക്കും എത്താൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ നോക്കുക. നമ്മൾ സ്വന്തമായി ശ്രമിച്ച് നോക്കുക, എത്ര സമയമെടുക്കും എത്താൻ എന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. എത്ര സമയമെടുക്കും എത്താൻ. ഇംഗ്ലീഷിലായിട്ട് പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എത്ര സമയം എന്നത് എന്താണ് നമ്മൾ പറയേണ്ടത്? എത്ര സമയത്തിന് നമ്മൾ എങ്ങനെ പറയുന്നത്? ഹൗ ലോങ് എന്നാണ് പറയേണ്ടത്. ഹൗ ലോങ്, എത്ര സമയം എടുക്കും എത്താൻ. അപ്പോൾ ഹൗ ലോങ്, ബാക്കി എന്താ പറയേണ്ടത്? നിങ്ങൾ മനസ്സിൽ പറയുക. ഹൗ ലോങ്, എത്ര സമയം എടുക്കും എത്താൻ. ഹൗ ലോങ് വിൽ യു ടേക്ക് ടു റീച്ച്. ഹൗ ലോങ് വിൽ യു ടേക്ക് ടു റീച്ച്. ഹൗ ലോങ് വിൽ യു ഇല്ല, കാരണം നമ്മുടെ യു എന്നത് നിങ്ങൾ എത്ര സമയം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് എന്നാണ് പറയുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച്. അപ്പോൾ എത്ര സമയം എടുക്കും എത്താൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൗ ലോങ് എന്നാണ് എത്ര സമയം പറയുന്നത്. എടുക്കും എത്താൻ, വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച്. എത്താൻ എന്നുള്ളത് ടു റീച്ച്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച്. ശരിയാണോ എന്ന് നോക്കാം. അതെ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ് നോക്കി ശീലിക്കുക. ഓരോ സെൻറ്റൻസ് മലയാള സെൻറ്റൻസ് എടുത്ത് അത് ഇംഗ്ലീഷോട്ട് പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആദ്യം നമ്മൾ തെറ്റി പഠിക്കുകയാണെങ്കിലും പിന്നെ ശരിയായി പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക് മാറിക്കോളും. അപ്പോൾ എത്ര സമയം എടുക്കും എത്താൻ എന്ന വാക്ക് ഇവിടെ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് എന്നാവും പറയേണ്ടത്. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക് നമ്മൾ പറഞ്ഞു നോക്കുക. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക്. അപ്പോൾ എന്താ എന്ന വാക്ക് എന്താ പറയേണ്ടത്? വൈ എന്ന വാക്ക് യൂസ് ചെയ്യണം. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക്. വൈ ഈസ് ഇറ്റ് എന്നാണ് എന്താ ഇവിടെ ഇന്ന്. പിന്നെ തിരക്കിന് എന്താ യൂസ് ചെയ്യേണ്ടത്? ക്രൗഡഡ്. വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് എന്നാണ് വയ്ക്കുന്നത്. വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ്. പിന്നെ എന്താ പറയേണ്ടത്? അപ്പോൾ എന്താ എന്ന വാക്കിനെ വൈ എന്ന് പറയുന്നു. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക് എന്ന് പറയുമ്പോൾ വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ്. പിന്നെ ഇവിടെ ഇന്ന്, ഹിയർ ടുഡേ, അതാണ് വരേണ്ടത്. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇംഗ്ലീഷോട്ട് മാറ്റുമ്പോൾ ആദ്യം വൈ എന്ന് യൂസ് ചെയ്യണം. പിന്നെ ഇത്രയും തിരക്ക് അതാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് ഇംഗ്ലീഷിൽ വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ്. ഇവിടെ ഇന്ന് അതാണ് ലാസ്റ്റ് പറയേണ്ടത്. അപ്പോൾ വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് ഹിയർ ടുഡേ. ഇവിടെ എന്ന വാക്ക് ഹിയർ, ഇന്ന് എന്ന വാക്കിന് ടുഡേ. സോ വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് ഹിയർ ടുഡേ. നോക്കാം. അതെ, വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് ഹിയർ ടുഡേ എന്ന വാക്കാണ് ഇതിന് പറയേണ്ടത്. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക്. വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് ഹിയർ ടുഡേ. വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് ഹിയർ ടുഡേ. വൈ ഈസ് ഇറ്റ് സോ ക്രൗഡഡ് ഹിയർ ടുഡേ. എന്താ ഇവിടെ ഇന്ന് ഇത്രയും തിരക്ക്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല വേർഡ്സ് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.